ഹലോ ലേണേഴ്സ്, ഏവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. കേറ്ററ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, LP, UP, PSC തുടങ്ങിയവയുടെ ഓൺലൈൻ കോച്ചിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഓൺലൈൻ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടോസ് അക്കാഡമി. നിങ്ങൾ അധ്യാപകരായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പല എലിജിബിലിറ്റി ടെസ്റ്റുകളും ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. CTET, KTET, സെറ്റ്, നെറ്റ് തുടങ്ങിയ എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനെ പറ്റിയും അതിന്റെ നോട്ടിഫിക്കേഷൻസ്, ജോബ് വേക്കൻസീസ്, അങ്ങനെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തെ പറ്റിയും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് നൽകുന്ന ടോസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ചേർക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഈ ജനുവരി 2024 CTET എക്സാം കഴിഞ്ഞു. ഈ വർഷം ഇനി ഒരു എക്സാം കൂടിയുണ്ട്. CTET എക്സാമിന്റെ ഇമ്പോർട്ടൻസ് വർദ്ധിച്ചു വരുന്ന ഈ ഒരു അവസരത്തിൽ CTET എക്സാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം, ഈ എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇതിന് എത്ര കാറ്റഗറീസ് ഉണ്ട്, ആർക്കൊക്കെ അപേക്ഷിക്കാം, അങ്ങനെ CTET എക്സാമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, CTET എക്സാമിനെ പറ്റിയുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. CTET എക്സാമിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. സോ CTET എക്സാം എന്താണ്, ഈ എക്സാം ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. സോ ടീച്ചറായിട്ട് ക്ലാസ് 1 to 8 ജോലി ചെയ്യാൻ, അല്ലെ ഒരാളെ ക്ലാസ് 1 to 8 ടീച്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ് ആയിട്ട് NCTE പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് NCTEയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് നടത്തുന്ന ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, ടെറ്റ് പാസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ പല ഗവൺമെന്റ്സും ടെറ്റ് നടത്തുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ടെറ്റ് എക്സാം ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെയും ടെറ്റ് എക്സാം ഉണ്ട്. ഇപ്പൊ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടെറ്റ് എക്സാം ആണ് KTET. അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ടെറ്റ് എക്സാം ആണ് CTET, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ ടെസ്റ്റ് നടത്തുന്നത് CBSE ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഈ CTET നടത്താനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് CBSE ആണ്. സോ CTET എക്സാം, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, ഈ ഒരു എക്സാമിന് നമ്മൾ അപേക്ഷിക്കുന്നത് മോഡ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, മോഡ് ഓഫ് എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മോഡ് ഓഫ് എക്സാം ഓഫ്ലൈൻ എക്സാം ആണ്. ഈ ഒരു ഇയർ തൊട്ട്, ഈ ജനുവരി 2024 നടന്ന എക്സാം ഓഫ്ലൈൻ എക്സാം ആണ്. ഇതിനു മുന്നേ വരെ ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആയിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് CBT എക്സാം ആയിരുന്നു നടന്നിരുന്നത്. ഇപ്പം ഈ വർഷം മുതൽ ഓഫ്ലൈൻ പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ് നടക്കുന്നത്. CTET എക്സാം രണ്ട് പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 ക്ലാസ്സസ് 1 to 5 വരെ പഠിപ്പിക്കുന്നതിനാണ്, അതായത് പ്രൈമറി സ്റ്റേജിലേക്കുള്ള എക്സാം ആണ് പേപ്പർ 1. പേപ്പർ 2 ക്ലാസ്സസ് 6 to 8 പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് എലമെന്ററി സ്റ്റേജിലേക്കുള്ള എക്സാം. സോ പേപ്പർ 1 is there and പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എക്സാമിന്റെയും പേപ്പർ 2 എക്സാമിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂർ എക്സാം ആണ്. പേപ്പർ 1 എക്സാം എഴുതേണ്ടത് ക്ലാസ് 1 to 5 പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ക്വാളിഫൈ ചെയ്യേണ്ട ടെറ്റ് എക്സാം ആണ് CTETന്റെ പേപ്പർ 1. ആൻഡ് ക്ലാസ്സസ് 6 to 8 പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ക്ലിയർ ചെയ്യേണ്ട CTET എക്സാം പേപ്പർ 2 ആണ്. ഇനി ഈ രണ്ട് ലെവലിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ രണ്ട് പേപ്പേഴ്സും ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈലിംഗ്വൽ ആണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഈ ഒരു എക്സാം വർഷത്തിൽ 2 വട്ടമാണ് കണ്ടക്ട് ചെയ്യുന്നത്. യൂഷ്വലി ഒരു ജനുവരി, ഓഗസ്റ്റ് അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ ഒരു എക്സാം നടന്നു വരുന്നത്. CTET എക്സാം അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് അപ്പിയർ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് NCTE ആണ്. പേപ്പർ 1 പ്രൈമറി സ്റ്റേജിലേക്കുള്ള CTET എക്സാം അപ്പിയർ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് സീനിയർ സെക്കൻഡറി എക്സാം, അതായത് +2 മിനിമം 50% മാർക്സോടെ പാസ് ആയിട്ടുണ്ടാവണം. അതുപോലെ 2 ഇയർ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. പേപ്പർ 2 എലമെന്ററി സ്റ്റേജിലേക്കുള്ള CTET എക്സാമിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാൻഡിഡേറ്റ്സ്
ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ബി.എഡ് പ്രോഗ്രാം 50% മാർക്സോടെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 സീറ്റഡ് എക്സാം അപ്പിയർ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE റീസെന്റ് ആയിട്ട് സീറ്ററ്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ റിവൈസ് ചെയ്തിട്ടുണ്ട്. ജനുവരി 2024 എക്സാം തൊട്ട് ഇത് ആപ്ലിക്കബിൾ ആയിരുന്നു. ഈ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് TTC അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് കോഴ്സസിലെ എൻറോൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും സീറ്റഡ് എക്സാം അപ്ലൈ ചെയ്യാവുന്നതാണ്. NCTE റെഗുലേഷൻസ് അനുസരിച്ചിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ മിനിമം 55% മാർക്സോടെ ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സിനും അല്ലെങ്കിൽ 3-year ഇന്റഗ്രേറ്റഡ് B.Ed M.Ed കോഴ്സ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനും സീറ്റഡ് എക്സാം അപ്പിയർ ചെയ്യാവുന്നതാണ്. അതാത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ KVS, NVS പോലുള്ള സ്കൂൾസിലെ ജോബ് ലഭിക്കാൻ അതാത് സ്കൂൾസിന്റെ റിക്രൂട്ട്മെന്റ് റൂൾസ് അനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നമ്മൾ നേടേണ്ടതാണ്. അതിനൊപ്പം സീറ്ററ്റും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെ ഒരു ക്വാളിഫൈങ് എക്സാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം അതാത് സ്കൂൾസ് പറയുന്ന മിനിമം ക്വാളിഫിക്കേഷൻസും നമ്മൾ നേടിയിരിക്കണം. ഇനി നമുക്ക് സീറ്റഡ് എക്സാമിന്റെ സ്ട്രക്ചർ അല്ലെ കണ്ടന്റ് എങ്ങനെയാണെന്ന് നോക്കാം. സീറ്റഡ് എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 4 ഓപ്ഷൻസ് കാണും. അതിൽ ഒരെണ്ണം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. അതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നതാണ് സീറ്റഡ് എക്സാമിന്റെ മറ്റൊരു ഫീച്ചർ. സീറ്റഡ് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. പേപ്പർ 1 എക്സാം പ്രൈമറി സ്റ്റേജിലേക്കുള്ള എക്സാം ആണ്. ഇതിന്റെ സ്ട്രക്ചർ അല്ലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതിൽ ചോദിക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി CDP 30 മാർക്സ് ക്വസ്റ്റ്യൻ, അതായത് 30 MCQs ആണ് ചോദിക്കുന്നത്. ലാംഗ്വേജ് 1 ഇസ് ദെയർ, അതിൽ നിന്ന് 30 MCQs 30 മാർക്സ് ചോദിക്കുന്നതാണ്. ലാംഗ്വേജ് 2 30 MCQs 30 മാർക്സ്. മാത്തമാറ്റിക്സ് 30 MCQs 30 മാർക്സ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് 30 MCQs 30 മാർക്സ്. ഇവ ഇത്രയുമാണ് പ്രൈമറി സ്റ്റേജിലെ പേപ്പർ 1 അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടോട്ടൽ 150 MCQs ഉണ്ട്, 150 മാർക്സും ആണ്. സീറ്റഡ് എക്സാം പേപ്പർ 1ന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി ഓരോ ഏരിയയിൽ നിന്നും എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി CDP ഉള്ള ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് 6 to 11 ഇയേഴ്സിലെ കുട്ടികളുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും CDP ചോദിക്കുന്നത്. അതുപോലെ ലാംഗ്വേജ് 1ലെ ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ നമ്മുടെ പ്രൊഫിഷ്യൻസീസ് മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലാംഗ്വേജ് 2ലെ ടെസ്റ്റ് ഐറ്റംസ് ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജിന്റെ എലമെന്റ്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം ഡിഫറെന്റ് ലാംഗ്വേജസ് ആയിരിക്കണം. അത് രണ്ടും ഒരു ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, 2 ഡിഫറെന്റ് ലാംഗ്വേജസ് ആയിരിക്കണം. കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യാം ലാംഗ്വേജ് 1 ഏത് വേണം, ലാംഗ്വേജ് 2 ഏത് വേണം. അതിന് അവർ തന്നെ ഒരു സെറ്റ് ഓഫ് ലാംഗ്വേജസ്, ഒരു 20 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഡിഫറെന്റ് ലാംഗ്വേജസ് ഉള്ള ഓപ്ഷൻസ്. അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അടങ്ങിയ ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം ലാംഗ്വേജ് 1 ഏത് വേണം, ലാംഗ്വേജ് 2 ഏത് വേണം. ആൻഡ് ഇത് കൺഫർമേഷൻ പേജിൽ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം ചൂസ് ചെയ്യേണ്ടതാണ്. ഈ മാത്തമാറ്റിക്സ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസിലെ ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിലെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, കോൺസെപ്റ്റ്, പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻസ് ഒക്കെ മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. സോ സീറ്റഡ് പേപ്പർ 1 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് NCERT ക്ലാസ് 1 to 5ലെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. പക്ഷെ അതിന്റെ ഡിഫിക്കൽട്ടി സ്റ്റാൻഡേർഡ് എപ്പോഴും സെക്കൻഡറി സ്റ്റേജിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇനി നമുക്ക് പേപ്പർ 2 അല്ലെ എലിമെന്ററി സ്റ്റേജിലെ സീറ്റഡ് എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി CDP 30 MCQs 30 മാർക്സ് ആണ്. ലാംഗ്വേജ് 1 30 MCQs 30 മാർക്സ്. ലാംഗ്വേജ് 2 30 MCQs 30 മാർക്സ് ആണ്. ഇനി മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ടീച്ചർ ആണെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ചൂസ് ചെയ്യുക, 60 MCQs 60 മാർക്സ്. സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ഓർ സോഷ്യൽ സയൻസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം, 60 MCQs 60 മാർക്സ്.
അങ്ങനെ ആകെ മൊത്തം 150 MCQs 150 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2 ഉള്ളത്. സീറ്റഡ് പേപ്പർ 2ന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൽ നിന്ന് എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഏരിയയിൽ നിന്നും ചോദിക്കുന്നതെന്ന് വെച്ചാൽ CDP ടെസ്റ്റ് ഐറ്റംസ് 11 to 14 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലാംഗ്വേജ് 1ലെ ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ആ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ നമ്മുടെ പ്രൊഫഷ്യൻസീസ് മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലാംഗ്വേജ് 2ലെ ടെസ്റ്റ് ഐറ്റംസ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, കോംപ്രിഹെൻഷൻ എബിലിറ്റീസ് ഒക്കെ മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസ് ആയിരിക്കണം. കാൻഡിഡേറ്റിന് തന്നെ ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം ആപ്ലിക്കേഷൻ സമയത്ത് ചൂസ് ചെയ്യാം. ആ ഒരു ലിസ്റ്റ് ഓഫ് 20 ഓപ്ഷൻസ് ചെയ്യുന്ന ഈ 20 ഓപ്ഷൻസിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നുള്ള ഓപ്ഷൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ഐറ്റംസ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അല്ലെ സോഷ്യൽ സ്റ്റഡീസ്, അത് അതാത് സബ്ജക്ട്സിലെ കൺസെപ്റ്റ്സ്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ്, പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻസ് ഒക്കെ മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പേപ്പർ 2ലെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് NCERT ക്ലാസ് 6 to 8ലെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഡിഫിക്കൽട്ടി സ്റ്റാൻഡേർഡ് സീനിയർ സെക്കൻഡറി സ്റ്റേജുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും. സീറ്റഡ് എക്സാമിന്റെ ക്വാളിഫൈങ് മാർക്സ് എത്രയാണെന്ന് നോക്കാം. സീറ്റഡ് എക്സാമിൽ 60% അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യുന്ന ആള് ടെറ്റ് എക്സാം പാസ് ആയതായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. സീറ്റഡ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് എല്ലാ കാറ്റഗറീസും, പേപ്പർ 1നും പേപ്പർ 2നും. സീറ്റഡ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരാൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഒന്നും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്ക് തന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും റീഅപ്പിയർ ചെയ്യാവുന്നതാണ്. ഓരോ വർഷം കഴിയും തോറും സീറ്റഡ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. സോ ടീച്ചിങ് ജോലി ആഗ്രഹിക്കുന്ന നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാ, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. സീറ്റഡ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ, സെൻട്രൽ ടിബറ്റൻ സ്കൂൾസ് തുടങ്ങിയ സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസിലും യൂണിയൻ ടെറിട്ടറിയുടെ അണ്ടറിൽ വരുന്ന സ്കൂളുകളിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു മാനദണ്ഡം സീറ്റഡ് എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം എന്നതാണ്. ഇപ്പൊ നിലവിൽ പല അൺഎയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിലും അപ്പോയിന്റ്മെന്റിനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് സീറ്റഡ് എക്സാം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല CBSEയുടെ നിർദ്ദേശം അനുസരിച്ച് CBSE സ്കൂളുകളിൽ ക്ലാസ് 1 to 8 ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ഒന്നെങ്കിൽ നമ്മൾ സീറ്റഡ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ടെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. സീറ്റഡിന്റെ മറ്റൊരു ആപ്ലിക്കബിലിറ്റി എന്താന്ന് വെച്ചാൽ നിലവിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്കൂൾസിലും എയ്ഡഡ് സ്കൂൾസിലും ഒക്കെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ടെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം എന്നതാണ്. പക്ഷെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് സീറ്റഡ് കൺസിഡർ ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് ഗവൺമെന്റ് ടെറ്റ് എക്സാം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. സീറ്റഡ് ക്വാളിഫൈ ചെയ്താൽ ഉണ്ടാവുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഈ ഒരു സർക്കുലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കേരള സർക്കാർ 2024 പുറപ്പെടുവിച്ച സർക്കുലർ ആണ്. ഇതനുസരിച്ച് സീറ്റഡ് പേപ്പർ 1 പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേറ്റഡ് കാറ്റഗറി 1ൽ നിന്നും സീറ്റഡ് പേപ്പർ 2 എലമെന്ററി സ്റ്റേജ് പാസ്സായവരെ കേറ്റഡ് കാറ്റഗറി 2ൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സോ കേറ്റഡ് കാറ്റഗറി 1ഉം 2ഉം ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സീറ്റഡ് പേപ്പർ 1 അല്ലെ 2 ക്വാളിഫൈ ചെയ്താൽ മതിയാകും. സീറ്റഡ് യോഗ്യത കേറ്റഡ് കാറ്റഗറി 3, കാറ്റഗറി 4 എന്നിവയ്ക്ക് പകരമായി പരിഗണിക്കുകയില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കേറ്റഡ് കാറ്റഗറി 3, കാറ്റഗറി 4 ക്വാളിഫൈ ചെയ്യണം. പക്ഷെ കേറ്റഡ് കാറ്റഗറി 1 അല്ലെ 2ന് പകരം നമുക്ക് സീറ്റഡ് പേപ്പർ 1 അല്ലെങ്കിൽ പേപ്പർ 2 ക്വാളിഫൈ ചെയ്താലും മതിയാകും. അപ്പൊ സീറ്റഡ് ആസ് എൻ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. ഡിയർ ആസ്പിറൻസ്, സീറ്റഡ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഈ നൽകിയിരിക്കുന്നത്. അധ്യാപക നിയമനത്തിനുള്ള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് 9 മുതൽ 12 വരെ ക്ലാസ്സുകളിലേക്ക് കൂടി നിർബന്ധമാക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. നിലവിൽ സീറ്റഡ് ക്ലാസ് 1 to 8 പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ സെക്കൻഡറി തലത്തിലെ നിയമനത്തിനും ഇത് ബാധകമാക്കാനാണ് തീരുമാനം. NCTയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു.
സോ ഇപ്പോഴത്തെ ന്യൂസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സീറ്ററ്റിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. KV, നവോദയ, കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള എല്ലാ സ്കൂളുകളിലെയും നിയമനത്തിന് സീറ്ററ്റ് വിജയിക്കണം. സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലും ഈ യോഗ്യത ആവശ്യമുള്ള പക്ഷം ഉപയോഗിക്കാം എന്നുള്ള തരത്തിലുള്ള ന്യൂസുകളാണ് ഇപ്പൊ വരുന്നത്. മാത്രമല്ല, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശം അനുസരിച്ച് ടെറ്റ് പരീക്ഷ നിർബന്ധമാക്കുന്നതോടെ സംസ്ഥാനങ്ങളിലേത് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഏകീകരിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള തീരുമാനം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അറിയിക്കുമെന്ന് NCTE അധികൃതർ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അനുസരിച്ച് സീറ്ററ്റിന്റെ ആ ഒരു റെലവൻസ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. സീറ്ററ്റ് ഒരു നാഷണൽ ലെവലിൽ ഉള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ട് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിനുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ട് മാറിയേക്കാം എന്നുള്ള തരത്തിലുള്ള ന്യൂസ് ആണ് ഇപ്പൊ വരുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ടീച്ചേഴ്സ് ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റുകളെല്ലാം ക്ലിയർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത കൂടിയിരിക്കുകയാണ്. സോ സീറ്ററ്റിന്റെ ഇമ്പോർട്ടൻസ് വരും വർഷങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ സീറ്ററ്റ് എക്സാം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. സോ ടീച്ചേഴ്സ് ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും എത്രയും പെട്ടെന്ന് ഈ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്യുക. സീറ്ററ്റ്, സെറ്റ്, നെറ്റ്, കേറ്ററ്റ് ഇങ്ങനെയുള്ള എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യുക. ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ടോസ് അക്കാഡമി നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനെയും പറ്റിയുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്ന രീതിയിലൊരു വാട്സ്ആപ്പ് ചാനൽസ് ടോസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ചേർക്കുന്നതാണ്. ഏവരും അതിൽ ജോയിൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.